എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 26-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ള വിദ്യാർത്ഥികൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നാളെ, അതായത് ജൂൺ 25-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനും അത് വെരിഫിക്കേഷനും ചെയ്യാവുന്നതാണ്. ഇതുവരെ അപേക്ഷ നൽകാത്ത ഒരു വിദ്യാർത്ഥിയാണ്, അതായത് ഇതുവരെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് അതായത് സർട്ടിഫിക്കറ്റ് ഒന്നും രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക്, അതായത് സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID കിട്ടുന്നതാണ്. അത് സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ID കിട്ടുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയും ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ ഹൗ ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥി ആണെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ യു ആർ നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ക്ലിക്ക് ഹിയർ എന്നും പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് കിട്ടും. അപ്പോൾ ആ രജിസ്ട്രേഷൻ സ്ലിപ്പും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കോർ കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ സ്കോർ കാർഡ് നിങ്ങൾ എടുത്ത് വരിക. അപ്പോൾ ആ സ്കോർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ID ഉണ്ടാകും. സ്കോർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യുന്ന, അതായത് അവിടെ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് തന്നെ അത് എൻ്റർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു അപേക്ഷ, അതായത് ആ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു hscap വെബ്സൈറ്റിൽ സ്പോർട്സ് കോട്ട വാക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്, അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വാക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അതായത് ഈ ഒരു സ്കൂളിലാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ ബയോളജി സയൻസ് ഉണ്ട്, അത് കോ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിൽ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്കൂളിൽ തന്നെ ഞാൻ മറ്റൊരു കോഴ്സ്, അതായത് ഹ്യൂമാനിറ്റീസിന് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കൊമേഴ്സിന് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തത് ഗേൾസ് സ്കൂളാണ്. അപ്പോൾ അത് ജസ്റ്റ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു സ്കൂളാണ്. അതായത് ഈ ഒരു സ്കൂളിൽ ബിസിനസ് സ്റ്റഡീസ്, അതായത് ഈ ഒരു കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിന് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും ഏതൊക്കെയാണ്, അവിടെ ഏതൊക്കെ സ്കൂളുകളിലാണ് വാക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻ വെക്കുക. വാക്കൻസി ഇല്ലാത്ത സ്കൂളുകളിൽ, വാക്കൻസി ഇല്ലാത്ത കോഴ്സിലേക്ക് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വാക്കൻസി ഇല്ലാത്ത സ്കൂൾ വെക്കാതെ വാക്കൻസി ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്ക് വാക്കൻസി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വാക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ നൽകും. പക്ഷെങ്കിൽ ആ സ്കൂളിൽ ആ സ്പോർട്സ് കോട്ടയിൽ സീറ്റ് വാക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുത്താലും അലോട്ട്മെൻറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് ഓപ്ഷനുള്ള സ്കൂളുകൾ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഇല്ലാത്ത സ്കൂൾ നൽകിയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല, കാരണം അലോട്ട്മെൻറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പറയുന്നത്. ഇനി ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഏത് ജില്ലയിലേക്കാണ്, അതായത് ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ജില്ല ആദ്യത്തെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നീട് ഇതേ രീതിയിൽ തന്നെ അടുത്ത ജില്ല സെലക്ട് ചെയ്ത് അടുത്ത കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ID നൽകുക. അതിനുശേഷം ഏതാണ് സ്കീം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അക്ഷയ വഴി ചെയ്യാവുന്നതാണ്. അതിനുശേഷം രജിസ്ട്രേഷൻ ID, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടാണോ അപേക്ഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്.
സ്വന്തമാണെങ്കിൽ സെൽഫ് എന്നും, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയും, അല്ലെങ്കിൽ അതർ ആണെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയാണെങ്കിൽ അതർ എന്നുള്ളതുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ക്യാപ്ച കൂടി നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നൽകിയ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ ഫോണിലേക്ക്, അതായത് ഈ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പാസ്വേഡ് നൽകുന്നതിനായിട്ടുള്ള ഒരു പേജ് വരും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഈ ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസ്വേഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും, ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളും ഇപ്പോൾ ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഈ ഒരു സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മുമ്പ് നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും അതിനുശേഷം പുതിയ വേക്കൻസി പ്രകാരമുള്ള ഓപ്ഷൻസ് നൽകിക്കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ പേജ് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിവ്യൂ പേജ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും അതിനുശേഷം അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എഡിറ്റ് ചെയ്ത് യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റുന്നതാണ്. അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പരിഹരിച്ച് വീണ്ടും ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഭാഗം കാണാൻ പറ്റും. അതൊക്കെ നൽകി നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് വേക്കൻസി അനുസരിച്ച് നൽകിയിട്ട് നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. ആ ഒരു പച്ച കളറിലാണ് ഫുൾ പേജ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേക്കൻസി പ്രകാരം ഓപ്ഷൻ നൽകുക. വേക്കൻസി ഇല്ലാതെ സ്കൂൾ ഓപ്ഷൻ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതെ വിദ്യാർത്ഥികൾ അപേക്ഷയും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.